ഇന്ന് ഞാനിവിടെ പിസ്സ സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ടൊമാറ്റോ വേണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അത് നന്നായിട്ട് ബോയിൽ ആകുമ്പോഴേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ബോയിൽ ആയ ശേഷമാണ് നമ്മൾ ടൊമാറ്റോ ഇട്ടത്. ടൊമാറ്റോ ഇട്ട ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ടൊമാറ്റോ നല്ലതുപോലെ തണുക്കുമ്പോഴേക്ക് ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യണം. ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. ടൊമാറ്റോ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാം. ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ടൊമാറ്റോയുടെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരു ബ്ലെൻഡർ എടുത്തിട്ട് നമുക്ക് ഈ ടൊമാറ്റോ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയിലേക്ക് ഞാനിവിടെ 10 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്ക് ഞാനിവിടെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. ഈ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന സവാളയും ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ ബട്ടർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ബട്ടർ ഈ ചൂടിൽ കിടന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ പൗഡറും 1/2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് ഞാനിവിടെ ഇളക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് കുറുകി വരുമ്പോഴേക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഒരു ബൗളിലേക്ക് മാറ്റണം. ഇപ്പോൾ തന്നെ നല്ലൊരു പിസ്സയുടെ മണമൊക്കെ വരുന്നുണ്ട് ഈ സോസിന്. ഞാനിവിടെ എടുത്തത് കുറച്ച് ചാറുള്ള ടൊമാറ്റോ ആയിപ്പോയി. അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതായത് നമ്മൾ പിസ്സയുടെ മാവ് പരത്തിയിട്ട് അതിന് പുറത്ത് ഈ സോസ് ഒഴിക്കുമ്പോഴേക്ക് ഇത് ഒഴുകി പോകരുത്. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കണം. പിസ്സ സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ തണുത്ത ശേഷം നമുക്കിത് ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ സൂക്ഷിക്കണം. ആവശ്യാനുസരണം നമുക്ക് എടുത്ത് പിസ്സ ഉണ്ടാക്കുമ്പോൾ പിസ്സയിൽ തേക്കാവുന്നതാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പിസ്സ സോസാണ്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. പിസ്സ സോസ് ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സോസാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Please refrain from putting your hands inside the pan